കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമ്മിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊക്കെ കണ്ടു നോക്കുക. എക്സാംസിന് ഇനി കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ ഒരു കാര്യം, എപ്പോഴും കമൻറ്റ് ബോക്സ് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് വീഡിയോയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കമൻറ്റ് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് HRD ക്ലൈമറ്റ്? HRD ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ജോലി എടുക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാർ മാനേജ്മെൻറ്റ് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ആർക്ക് വേണം? ഈ ജീവനക്കാർക്ക്, എംപ്ലോയീസിന് ഫീൽ ചെയ്യണം. അപ്പോൾ അതുപോലെ ഫീൽ ചെയ്യിപ്പിക്കണം. വിശ്വാസമുണ്ട്, അവർക്കുള്ള പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള പിന്തുണ കൊടുക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് HRD ക്ലൈമറ്റ്. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് ട്രെയിനിങ് വേണം, അവർ വളരണം, അവർ വികസിക്കണം ഒക്കെ വേണമെന്ന് മാനേജ്മെൻറ്റ് അവർ പ്രോത്സാഹിപ്പിക്കണം ഈ എംപ്ലോയീസിനെ. അപ്പോൾ അതാണ് HRD climate is the feeling or perception employees have about how much the company values their training, development and overall growth. It's about whether the organization is seen as open, trusting and supportive of its people. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുഡ് HRD ക്ലൈമറ്റ് ഉള്ള കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഒരു എംപ്ലോയി പറയുകയാണ് എനിക്കൊരു പുതിയ ട്രെയിനിങ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? യെസ്, ദാറ്റ്സ് ഗ്രേറ്റ് ഐഡിയ, നല്ലതാണ്, നമുക്കത് എങ്ങനെ നടക്കാം എന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ട്രെയിനിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാം എന്നൊക്കെ എന്ത് ചെയ്യും? അത് കമ്പനി തന്നെ പ്രോത്സാഹിപ്പിക്കും. അല്ലാണ്ട് അത് വേണ്ട, ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കമ്പനി എന്ത് ചെയ്യില്ല, അത് മുടക്കില്ല. അപ്പോൾ അവിടെ ഒരു ഗുഡ് HRD ക്ലൈമറ്റ് ആണ്, ആ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ എന്തുള്ളത് ആ കമ്പനിയിലുള്ളത്. ഇൻ എ ഗുഡ് HRD ക്ലൈമറ്റ്, ഇഫ് എൻ എംപ്ലോയി സജസ്റ്റ്സ് എ ന്യൂ ട്രെയിനിങ് കോഴ്സ്, ദി മാനേജ്മെൻറ്റ് ഈസ് ലൈക്ലി ടു സേ ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ, ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ റാദർ ദാൻ ജസ്റ്റ് ഷട്ടിങ് ഇറ്റ് ഡൗൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് QWL? QWL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനക്കാരൻ, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിൽ അയാൾക്ക് കിട്ടുന്ന ആ ഒരു മൊത്തത്തിലുള്ളൊരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് QWL എന്നുള്ള ക്വാളിറ്റി ഓഫ് വർക്കിംഗ് ലൈഫ്. അവിടെ ഉള്ള ക്വാളിറ്റി എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കമ്പനി നല്ല വർക്കിംഗ് അവേഴ്സ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വർക്കിംഗ് അവേഴ്സാണ് ഒരു എംപ്ലോയിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കര ഓവർലോഡൊന്നും ഇല്ലാണ്ട് നല്ല വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക. അതേപോലെ തന്നെ നല്ല ഗുഡ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള സേഫായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക, അവരെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി എന്താണ്? ഹൈ QWL എന്നാണ് പറയുക. അതായത് ഹൈ ക്വാളിറ്റി ഓഫ് വർക്കിംഗ് ലൈഫാണ് അവിടെ ഉള്ളത്, ആ എംപ്ലോയീസിന് ഉള്ളത്. അപ്പോൾ QWL refers to the overall satisfaction and well-being an employee experiences in their work environment. It covers everything from fair pay and safe working conditions to opportunities for growth and a good work-life balance. നല്ല ശമ്പളം, അതേപോലെ തന്നെ നല്ല സേഫായിട്ടുള്ള ജോലി സ്ഥലം, അതേപോലെ തന്നെ നല്ല അവസരങ്ങൾ, നല്ല കൾച്ചർ റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാം കൊണ്ടാണ് QWL എന്ന് പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കരിയർ ആങ്കേഴ്സ്? കരിയർ ആങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോറി പോലെ പറഞ്ഞു നോക്കാം. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റോഹൻ മാർക്കറ്റിംഗ് മാനേജറാണ് ഒരു ടെക് കമ്പനിയിലത്തെ. അപ്പോൾ റോഹൻ്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, സാലറി അടിപൊളിയാണ്, ശമ്പളം, പ്രസ്റ്റീജിയസ് കമ്പനിയാണ്, നല്ല പ്രൊജക്റ്റ് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. എന്നാലും റോഹനൊരു ടൈമില്ല, റെസ്റ്റ്ലെസ് ആണ്. അതേപോലെ തന്നെ എന്താണ് മിസ്സിങ് എന്നൊന്നും മനസ്സിലാണല്ലോ, എന്തോ ഒരു കുറവ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റോഹൻ റിയലൈസ് ചെയ്യുകയാണ് എന്തെന്ന്, അവൻ്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ്. കൂടുതൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരിക, കൂടുതൽ ഡിസൈൻ ചെയ്യുക, കൂടുതൽ ക്യാമ്പയിൻസ്, അങ്ങനെ വേറൊരു മേഖല തന്നെയാണ് റോഹൻ്റെ ഇതിൽ ഇൻട്രസ്റ്റ് കിടക്കണമെന്ന് റോഹൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ റോഹൻ എന്ത് ചെയ്യാണ്, പിന്നെ പതുക്കെ സ്വന്തമായിട്ട് ഫ്രീലാൻസായിട്ട് റൈറ്റ് ചെയ്യാനും എഴുതാനും ഒക്കെ തുടങ്ങി, സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഓരോ മേഖലകളിലുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കരിയർ ആങ്കേഴ്സ്. അതായത് റോഹൻ ഐഡൻറ്റിഫൈ ചെയ്തു, റോഹൻ്റെ മേഖല ഏതാണെന്നുള്ളത് റോഹൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ കരിയർ ആങ്കേഴ്സ് ആർ ദി അണ്ടർലൈങ് വാല്യൂസ്, ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻസ് ദാറ്റ് ഡ്രൈവ് ആൻ ഇൻഡിവിജ്വൽസ് കരിയർ ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്. They are the essential aspects of a person's career that they would not want to give up, even if faced with challenging circumstances.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് MDP, മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ്? അതൊരു ട്രെയിനിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സാണ്. ആർക്ക് വേണ്ടിയിട്ട്? മാനേജേഴ്സിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ നോളേജ്, സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരെ കഴിവുകൾ, എബിലിറ്റീസ് എല്ലാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് എന്ത്? MDP. എ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈസ് എ പ്ലാൻഡ് ട്രെയിനിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദി നോളേജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ മാനേജേഴ്സ് ടു മേക്ക് ദം മോർ എഫക്റ്റീവ് ലീഡേഴ്സ്. ഇപ്പോഴുള്ള ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജേഴ്സിനും ഇനി മാനേജർ ആവാൻ പോകുന്ന ആ തസ്തികയിലേക്ക് ചേരാൻ പോകുന്ന ആളുകളുണ്ടാവില്ല മാനേജറായിട്ട്, അവർക്കും കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മാൻ പവർ പ്ലാനിങ്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേര് തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്നല്ലേ. ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് തന്നെയാണ് മാൻ പവർ പ്ലാനിങ്ങും. അതിന് വർക്ക് ഫോഴ്സ് പ്ലാനിംഗ് എന്നും പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൈവേയുടെ പണി കാണില്ലേ, പണി നടക്കുന്നത്, അവർ കുറേ പണിക്കാരുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, റോഡ് കൺസ്ട്രക്ഷൻ രീതിയായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളുണ്ട് അല്ലേ. അതൊക്കെ ആ കമ്പനി പോയിട്ട് ഓരോരുത്തർ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്നും എടുക്കുന്നതല്ല. അതൊരു കമ്പനി എന്ത് ചെയ്യും, ഇത്രയും ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് കറക്റ്റ് സ്കില്ലുള്ള എത്ര പേരെ വേണം എന്ന് വെച്ചാൽ അവരെത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഓരോരുത്തർ പോയിട്ട് ഇൻ്റർവ്യൂ ഒന്നും ചെയ്തെടുക്കണതില്ല. അപ്പോൾ അത്തരത്തിലുള്ളതിനാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് ആവശ്യത്തിനായിട്ട് എത്ര ജീവനക്കാരെ വേണം, എത്ര കഴിവുള്ളവരെ വേണം, ഏതൊക്കെ കഴിവ് മേഖലകളിലുള്ളവരെ വേണം, അതിനെയാണ് പറയണതെന്ന് manpower planning. Human resource planning or workforce planning or manpower planning is a process of making sure the company has the right number of people with the right skills in the right jobs at the right time to meet its goals. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി എന്തൊക്കെയാണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, എന്തൊക്കെ അറിവ് വേണം, എന്തൊക്കെ കഴിവ് വേണം, അതൊക്കെ അറിഞ്ഞ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, പുതിയ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നതും പിന്നെ അവരെ ട്രെയിൻ ചെയ്യണത്. അപ്പോൾ ആദ്യം ജോബ് അനാലിസിസ് നടത്തിയിട്ട് വേണം പുതിയ സ്റ്റാഫുകളെയോ എംപ്ലോയികളോ എന്ത് ചെയ്യണമെങ്കിൽ ഈ തിരഞ്ഞെടുക്കേണ്ടത്. ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി സ്റ്റഡിയിങ് എ ജോബ് ടു ഡിറ്റർമൈൻ വാട്ട് ടാസ്ക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇറ്റ് ഇൻവോൾവ്സ് ആൻഡ് വാട്ട് നോളേജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് എ പേഴ്സൺ നീഡ്സ് ടു പെർഫോം ഇറ്റ് സക്സസ്ഫുള്ളി. KSA എന്ന് പറഞ്ഞാൽ നോളേജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾക്ക് തൊഴിൽപരമായിട്ട് കുറേ ലക്ഷ്യങ്ങളുണ്ടാകും കരിയർ പരമായിട്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ കണ്ടെത്തുക, അതേപോലെ തന്നെ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണതിനാണ് എന്തെന്ന് പറയുന്നത് കരിയർ പ്ലാനിങ്. കരിയറിനെ കുറിച്ച് പ്ലാൻ ചെയ്യണതിനാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. സ്വന്തം കഴിവുകൾ എന്തൊക്കെയാണെന്നൊന്ന് വിലയിരുത്തുക, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടാവണം, ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവണം, അതിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടുപിടിക്കണം. അതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് ഈസ് എ പ്രോസസ് ആൻഡ് ഇൻഡിവിജ്വൽ യൂസസ് ടു ഐഡൻറ്റിഫൈ ദെയർ ഓൺ കരിയർ ഗോൾസ് ആൻഡ് ദ പാത്ത് ടു അച്ചീവ് ദം. ഇറ്റ് ഇൻവോൾവ്സ് സെൽഫ് അസസ്മെൻറ്റ്, സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഡെവലപ്പിംഗ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. വെറുതെ ചിന്തിച്ച് പ്ലാൻ ചെയ്തിരുന്നാൽ പോരാ, അത് ആക്ഷനിൽ കൂടെ നടത്തി എടുക്കണം. അപ്പോൾ അതാണ് കരിയർ പ്ലാനിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സപ്പോർട്ട് കോസ്റ്റ്. അതിന് ഓവർ ഹെഡ് കോസ്റ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, അല്ലെങ്കിൽ ആ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല്, അല്ലെങ്കിൽ സാലറി, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ഫീസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സപ്പോർട്ട് കോസ്റ്റാണ്. ഇത് എന്താ പറയുക, ഇത് ഡയറക്റ്റായിട്ട് കമ്പനിയിൽ ഇൻവോൾവ് അല്ല, ഒരു ബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാൽ സ്ഥാപനം പ്രവർത്തിക്കാൻ ഇത് വേണം. അതിനാണ് പറയുന്നത് സപ്പോർട്ട് കോസ്റ്റ്. Support costs are the expenses incurred in general running of an organization that are not directly tied to making a product or delivering a service. അതായത് ആ കമ്പനി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് നേരിട്ടിട്ടുള്ള ബന്ധമൊന്നുമില്ല, പക്ഷേ എന്നാൽ ആ കമ്പനി ഓടണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. ഇതാണ് സപ്പോർട്ട് കോസ്റ്റ്. എക്സാമ്പിൾ, ദ റെൻറ്റ് ഓഫ് ദി ഓഫീസ് ബിൽഡിംഗ് ഓർ ഇലക്ട്രിസിറ്റി ബിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആശയവിനിമയം. എന്താണ്, വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, ആശയങ്ങൾ കൈമാറുക, വികാരങ്ങൾ കൈമാറുക, അല്ലെങ്കിൽ ധാരണകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്ന ആ ഒരു പ്രൊസീജിയറിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
The communication is the process of sharing information, ideas, feelings, or understanding from one person to another through a medium so that the receiver understands the message correctly. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എ മാനേജർ സെൻഡിങ് എൻ ഇമെയിൽ ഇമെയിൽ വഴിയാണ് ടു ദി ടീം എക്സ്പ്ലെയിനിങ് എ ന്യൂ പ്രൊജക്റ്റ് ഡെഡ് ലൈൻ ഈസ് എൻ ആക്ട് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഇമെയിൽ അയക്കുക എന്ന് പറഞ്ഞത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് HRP, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ്സ്. HRP പ്രോസസ്സാണ് ചോദ്യം. അപ്പോൾ HRP പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ എത്ര ജീവനക്കാരെ ആവശ്യം വേണ്ടി വരും എന്ന് പ്രവചിക്കുന്നതിനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരെ അവരൊക്കെ ഒന്ന് വിലയിരുത്തുക, അതേപോലെ തന്നെ എത്ര പേരെ വേണം, അവരുടെ ആവശ്യകത, അതേപോലെ തന്നെ അവർ തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഇപ്പോൾ അവിടെ സ്റ്റാഫുകളില്ല, അതൊക്കെ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് എന്ത് HRP പ്രോസസ്സ്. ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് ചിലപ്പോൾ അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവില്ല, അപ്പോൾ അവരെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇനി എത്ര വേണം, അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് പറയുന്നത് HRP process. HRP process is a series of steps an organization follows to forecast its future employee needs, assess the current workforce, identify any gaps, shortage or surplus, and create an action plan to fill or adjust those ഗ്യാപ്സ്. അവിടെ സ്റ്റാഫുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവരെ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു സെക്ഷനിൽ കൂടുതലാണുള്ളതെന്ന് വെച്ചാൽ അവരൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് യഥാർത്ഥത്തിലുള്ള സ്ഥലത്താക്കി കൊടുക്കുക. അതേപോലെ തന്നെ എത്ര എംപ്ലോയീസിനെ വേണം എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യത്തിന് പ്ലാൻ ചെയ്യണതിനെയാണ് പറയുന്നത് HRP പ്രോസസ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗാനിക് ഫുഡ് കമ്പനി, അത്യാവശ്യം ഒരു 20-80 എംപ്ലോയീസൊക്കെ ഉള്ളൊരു കമ്പനി. അങ്ങനെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പം മായ വന്നിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ്, അവിടെ ശമ്പളം ക്ലിയറായിട്ട് കൊടുക്കണില്ല. അതേപോലെ തന്നെ അവിടെ കുറച്ച് നമ്മുടെ ഗവൺമെൻറ് കുറേ ലോസും റൂൾസും ഒക്കെ ഉണ്ട്, അതൊന്നും അത്ര ക്ലിയറായിട്ട് എന്ത് ചെയ്യണില്ല, ഫോളോ ചെയ്യണില്ല. അതേപോലെ തന്നെ ട്രെയിനിങ് ഒന്നും ക്ലിയറായിട്ട് നടക്കണില്ല. അപ്പോഴാണ് മായ എന്ത് ചെയ്യണത്, HR കൺസൾട്ടിനെ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്കൊരു HR ഓഡിറ്റ് നടത്തണം. ഓഡിറ്റ് നടത്താൻ പറഞ്ഞാൽ എന്താണ്, ഒരു തറോ ചെക്കപ്പ് നടത്താം. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെക്കപ്പ് പോലെ, കമ്പനിയുടെ ചെക്കപ്പ് നടത്താമെന്ന് പറയില്ലേ. അപ്പോൾ ഒരു തറോ ചെക്കപ്പ് നമുക്ക് നടത്തണം, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. അത് കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇമ്പ്രൂവ് ചെയ്യുക, കമ്പനി ഇമ്പ്രൂവ് ആവാൻ വേണ്ടി സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് HR ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കംപ്ലീറ്റ് എല്ലാം ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ, ഏതൊക്കെ റൂൾസാണ് നമ്മൾ പാലിക്കാത്തത്, എല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എത്തി ഒരു സൊല്യൂഷൻ ഇമ്പ്രൂവ് ചെയ്യണതിനാണ് എന്തെന്ന് പറയുന്നത് HR ഓഡിറ്റ്. എ ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് objective review of an organization's HR policies, procedures, documentation and strategies to check for effectiveness, legal compliance and alignment with the company's goals. അതായത് ലീഗലായിട്ടുള്ള അവിടെ കുറേ കാര്യങ്ങളുണ്ടാവും ഫോളോ ചെയ്യാനുള്ളത്, അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ, പേപ്പർ വർക്കുകൾ ക്ലിയർ ആണോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, എല്ലാം കംപ്ലീറ്റ് അവിടുത്തെ പോളിസീസ് ഉണ്ടാവും, അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചെക്ക് ചെയ്യുന്നതിനെയാണ്, ചെക്കപ്പ് പോലെ നടത്തുന്നതിനാണ് HR ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ നമുക്കൊരു കഥ പോലെ നോക്കാം. അർജുൻ വർക്ക് ചെയ്യണത് എവിടെയാണ്, ഒരു ഫർണിച്ചർ കമ്പനിയിലാണ്. അർജുൻ്റെ ജോലി എന്താണ്, ഒറ്റൊരു ടാസ്കേ അർജുനുണ്ടായിരുന്നുള്ളൂ. ഒരു കസേരയുടെ 4 കാലുമേലത്തെ സ്ക്രൂകൾ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അർജുൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇതെല്ലാ ദിവസവും അർജുൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും 8 മണിക്കൂർ ഇതിങ്ങനെ സ്ക്രൂ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുന് പെട്ടെന്ന് എന്താണ്, ബോറാവണ്, ഒരു ജോലിക്കൊരു മീനിങ് ഇല്ലാത്ത പോലെ എന്നും ഇങ്ങനെ സ്ക്രൂ ഫിറ്റ് ചെയ്യുക. അങ്ങനെ ചില സമയത്ത് മിസ്റ്റേക്സൊക്കെ ചെയ്യും, സ്ക്രൂ റെഡി ആവില്ല. കാരണം അദ്ദേഹത്തിന് ആ ജോലിയിൽ അത്ര വലിയ രസം തോന്നില്ല, അതിനോട് പറയുക ഒരു പുവർലി ഡിസൈൻഡ് ജോബ്. കാരണം ഒരു ബോർഡം വരുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ HR മാനേജർ എന്ത് ചെയ്യാണ്, ഇത് നോട്ടീസ് ചെയ്തിട്ട് HR മാനേജർ പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് അർജുനെ ഏൽപ്പിക്കാം. അർജുൻ എന്ത് ചെയ്തു,
പുതിയ റെസ്പോൺസിബിലിറ്റീസും കൊടുത്ത് കാലിന്മലത്തെ സ്ക്രൂ മാത്രമല്ല, നമ്മുടെ കസേരയുടെ ബാക്ക് റെസ്റ്റിൻ്റെ സ്ക്രൂ അറ്റാച്ച് ചെയ്യണം, അതേപോലെ തന്നെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം, ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ചെയർ വരുമ്പോൾ ആ കംപ്ലീറ്റ് ചെയറിന് വല്ല ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൊടുത്തപ്പോൾ അയാൾക്ക് എന്താ പറയുക, കൂടുതൽ അയാൾ അതിൽ ബിസിയായി, കൂടുതൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ തുടങ്ങി, പ്രൊഡക്റ്റിനും ക്വാളിറ്റി വന്നു തുടങ്ങി. കാരണം അദ്ദേഹം എല്ലാ മേഖലകളിലും നോക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി കൊടുത്തു, എന്തെന്ന് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കമാൻഡ് കൊടുക്കാം, ഇന്നത് സ്റ്റോപ്പ് ചെയ്യൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസും നല്ല അടിപൊളിയാക്കിയപ്പോൾ അർജുൻ അദ്ദേഹത്തിൻ്റെ ജോലി നല്ലോണം എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊരു ജോബ് ഡിസൈനിങ് ആണ് സത്യത്തിൽ. അർജുനെ ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് ജോബ് ഡിസൈൻ ചെയ്ത് മാറ്റിയെടുത്തു. ഇപ്പോൾ എന്തായി, നല്ല വെൽ ഡിസൈൻഡ് ജോബായി അർജുൻ്റേത്. അതേപോലെ തന്നെ അവിടെ ഡിഫക്ട്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങി, ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വന്നു തുടങ്ങി, ഹോൾ പ്രൊഡക്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിനാണ് പറയുക ജോബ് ഡിസൈൻ. ഒരു ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് ആ ഒരു ജോലിയുടെ രൂപം ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ജോബ് ഡിസൈന്. ഈ ജോലി എടുക്കുമ്പോൾ അയാൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും, എന്നാൽ പിന്നെ സ്ഥാപനത്തിന് അതെന്താവും, നല്ല കാര്യക്ഷമത ഉണ്ടാവുകയും ചെയ്യും. Job design is a process of structuring and organizing tasks and duties into single job role to make it motivating, meaningful and efficient for the employee. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ടാലൻറ്റ് മാനേജ്മെൻറ്റ് നമുക്കിപ്പോൾ ഒരു സ്റ്റോറി എക്സാമ്പിൾ പോലെ നോക്കാം. ഒരു കമ്പനി, ഒരു സോഫ്റ്റ്വെയർ കമ്പനി, ഓക്കെ, അവിടെ കൊല്ലത്തിൽ എന്ത് ചെയ്യും, ഒരു ടാലൻറ്റ് റിവ്യൂ നടത്തും. അതായത് ഏറ്റവും കൂടുതൽ ഹൈ പൊട്ടൻഷ്യലുള്ള സ്റ്റാഫ് ഏതാണ്, എംപ്ലോയി ഏതാണെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ പ്രിയാണ് ഏറ്റവും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ടാലൻറ്റ് മാനേജ്മെൻറ്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പ്രിയൻ എന്ത് ചെയ്യും, പ്രിയക്കൊരു പ്ലാൻ കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും, ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കും, പ്രിയയുടെ സ്കിൽസ് കൂടുതൽ വളർത്തിയെടുക്കും. അതേപോലെ തന്നെ പ്രിയനൊരു സ്റ്റാറായിട്ട് അനൗൺസ് ചെയ്യും, പ്രിയക്ക് കൂടുതൽ എന്താ പറയുക റോൾസ് കൊടുക്കും, സ്പെഷ്യൽ പ്രൊജക്റ്റ് കൊടുക്കും, എല്ലാം കൊടുത്ത് ഒരു സ്റ്റാറാക്കി പ്രിയനെ സ്റ്റാറാക്കുക മാത്രമല്ല കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഹൈ പൊട്ടൻഷ്യലുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ ഇതിൻ്റെ ഔട്ട്കം എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം അതിലുണ്ടായിരുന്ന മെയിൻ ഡയറക്ടർ റിട്ടയർ ആയി പോവാണ്. പക്ഷേ കമ്പനിക്ക് ഒരു പ്രശ്നവും പറ്റില്ല. കാരണം അവിടെ എന്താണ്, പ്രിയ ആണെങ്കിൽ കറക്റ്റ് ട്രെയിനിങ് കിട്ടി, മെൻറ്ററിങ് കിട്ടി, പ്രൊജക്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം നടത്തിയിട്ട് കംപ്ലീറ്റ്ലി പ്രിയ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ പ്രിയനെ ഒരു ഡയറക്ടർ റോളിലേക്ക് എടുക്കാൻ പറ്റും. ഇതുകൊണ്ട് കമ്പനിക്ക് കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവില്ല, ചിലവുകൾ വരില്ല. ഇനി പുതിയൊരാളെടുക്കുക, പുതിയ ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല, പ്രിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിനെയാണ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആനുവലി ട്രെയിനിങ് ടാലൻറ്റ് ഉള്ള പൊട്ടൻഷ്യലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ബെസ്റ്റ് എംപ്ലോയീസ് ആക്കി എടുത്ത് വെക്കുന്നതിനെയാണെന്ന് പറയുന്നത് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. Talent management is the integrated process of attracting, developing, motivating and retaining high-performing employees or talent to meet current and future business needs. It's an ongoing effort to build a skilled workforce. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും സിമ്പിളായിട്ട് എഴുതാം, ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഈസ് ദ ഓർഗനൈസ്ഡ് പ്രോസസ് എ കമ്പനി യൂസസ് ടു ഫൈൻഡ്, train, motivate and keep its best employees so that the business always has skilled people ready to step into important roles. It's about proactively planning the workforce, not just reacting when someone leaves. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് വർക്ക് ഫോഴ്സ് ഫ്ലോ മാപ്പിംഗ്. അതായത് ഇപ്പോൾ ഒരു വലിയൊരു ഫാക്ടറിയിൽ മാനേജർ എന്ത് ചെയ്യും, ഓരോ വർഷം എത്ര ജീവനക്കാർ അവിടെ നിന്ന് പോയി, അതായത് വിരമിച്ച് പോയി, അല്ലെങ്കിൽ രാജിവെച്ചിട്ട് പോയി, അല്ലെങ്കിൽ എത്ര പേർക്ക് പ്രൊമോഷൻ കിട്ടി, എത്ര പേര് പുതിയതായിട്ട് വന്നു, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും ഈ മാനേജർ ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തും. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുതിയ നിയമനങ്ങൾ പുതിയതായിട്ട് ആൾക്കാരെടുക്കൂലേ, എപ്പോഴൊക്കെ എടുക്കണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കണം, നടത്തണം, ഇതിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ചെയ്യണത്, ഈ ഫ്ലോ മാപ്പിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വർക്ക് ഫോഴ്സ് ഫ്ലോ മാപ്പിംഗ് ഈസ് ലൈക്ക് ഡ്രോയിങ് എ മാപ്പ് ടു ഷോ ഹൗ പീപ്പിൾ മൂവ് ഇൻ ടു, ത്രൂ ആൻഡ് ഔട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓവർ ടൈം. It tracks processes like hiring, promotions, transfers, resignations and retirement.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര പേരെ ഹയർ ചെയ്യണം, എത്ര പേരെ എടുക്കണം, എത്ര പേർക്ക് പ്രൊമോഷൻ കൊടുക്കണം, എത്ര പേര് ട്രാൻസ്ഫർ, എത്ര പേര് റെസിഗ്നേഷൻ, എത്ര റിട്ടയർമെൻറ്റ്സ്, അത്തരത്തിലൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക് ഫോഴ്സ് ഫ്ലോ മാപ്പിംഗ് ഉള്ളത്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയൊരു മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് ഒരാൾ എടുക്കണം, ജോലിക്കായിട്ട് എടുക്കണമെങ്കിൽ കമ്പനി ഒരു ലിസ്റ്റ് കൊടുക്കും അയാൾക്ക്. അതായത് ഈ ജോലിയിൽ പ്രധാനമായിട്ട് എന്താണ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യണം, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തണം, അതേപോലെ തന്നെ റിപ്പോർട്ടുകൾ നൽകണം, അതേപോലെ തന്നെ മാനേജറിൻ്റെ കീഴിൽ പ്രവർത്തിക്കണം. കുറേ ഒരു ലിസ്റ്റ് കൊടുക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിനാണ് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന്. അയാളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ലിസ്റ്റ് കൊടുക്കണതിനാണ് പറയുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതിനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. A job description is a written statement that clearly explains the duties, responsibilities, reporting structures, and working conditions of a specific job. It defines what a job is. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരാൾ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ തന്നെ കൊടുക്കണം. അപ്പോൾ അത് കാണാപ്പാടം തന്നെ പഠിക്കണം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് അക്കോർഡിംഗ് ടു സ്റ്റെയ്നർ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദ സ്ട്രാറ്റജി ഫോർ ദി അക്വിസിഷൻ, മൂവ്മെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻസ് ഹ്യൂമൻ റിസോഴ്സസ്. ഇവിടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, തന്ത്രം അല്ലെങ്കിൽ ഒരു പദ്ധതി. അപ്പോൾ HR പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ട്, അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നേടിയെടുക്കുക, സ്വന്തമാക്കുക, അതാണ് അക്വിസിഷൻ. അപ്പോൾ എന്തിൻ്റെ പദ്ധതിയാണ്, നേടിയെടുക്കണതിൻ്റെ പദ്ധതി അക്വിസിഷൻ. മൂവ്മെൻറ്റ്, അവരെ ചലനങ്ങൾ അറിയുക. ആൻഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ അവരെ നിലനിർത്തുക. ആരെ, ഹ്യൂമൻ റിസോഴ്സ് എന്നതിന്. അതായത് ആളുകളെ നമ്മൾ ജോലിക്ക് അതായത് പ്ലാൻ ചെയ്ത് ജോലിക്ക് എടുക്കുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ കൃത്യമായിട്ട് ഇത് തന്നെ കാണാപ്പാഠം പഠിച്ചിട്ട് എഴുതണം. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഫോർ ദി അക്വിസിഷൻ. പദ്ധതിയാണ് എന്തിൻ്റെ, അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുക്കുന്നതിൻ്റെ. അതേപോലെ തന്നെ മൂവ്മെൻറ്റ്, ചലനങ്ങളുടെ. അതേപോലെ തന്നെ പ്രിസർവേഷൻ, അവരെ നിലനിർത്തുന്നതിൻ്റെ. ആരെ, ഹ്യൂമൻ റിസോഴ്സസിനെ. അപ്പോൾ ഇത് കാണാപ്പാഠം പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈനും അല്ലെങ്കിൽ വാട്ട് ഈസ് HR പ്ലാനിങ്ങും ചോദിക്കാം. വാട്ട് ഈസ് HR പ്ലാനിങ് എന്നുള്ളത് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതും പഠിച്ചു വെക്കുക, ഇതും പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കരിയർ മാനേജ്മെൻറ്റ്. കരിയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞതാണ്, അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ അതിൽ എല്ലാ ലെവൽ ജീവനക്കാരുണ്ടാവും. അവരുടെ അടുത്ത 5 വർഷത്തെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം, അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, ആവശ്യമായിട്ടുള്ള മെൻറ്ററിങ് കൊടുക്കുക, പ്രോഗ്രാമുകൾ കൊടുക്കുക. ഇതൊക്കെ ആര് കൊടുക്കും, കമ്പനി കൊടുക്കും. അങ്ങനെ ഇതെന്തിനു വേണ്ടിയിട്ട്, ജീവനക്കാർ അവിടെ തന്നെ നിലനിർത്താനും പിന്നെ അതേപോലെ തന്നെ അവരൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും വളർത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കരിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കരിയർ മാനേജ്മെൻറ്റ് ഈസ് ദ ഓൺഗോയിങ് സിസ്റ്റമാറ്റിക് പ്രോസസ് വെർ എൻ ഓർഗനൈസേഷൻ ഹെൽപ്സ് ഇറ്റ്സ് എംപ്ലോയീസ് പ്ലാൻ, ഡെവലപ്പ് ആൻഡ് അച്ചീവ് ദെയർ കരിയർ ഗോൾസ് വിതിൻ ദ കമ്പനി, ബെനിഫിറ്റിംഗ് ബോത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദി ഓർഗനൈസേഷൻ. ഈ കരിയർ മാനേജ്മെൻറ്റ് കൊണ്ട് ആ ജോലി എടുക്കുന്ന എംപ്ലോയിക്കും ബെനിഫിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കമ്പനിക്കും ബെനിഫിറ്റ് ഉണ്ട്. അയാളുടെ സ്കില്ലുകളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ട്രെയിനിങ്ങിൽ കൂടെ. ആ ഉണ്ടെങ്കിൽ എന്താണ്, കമ്പനിയും വളരും. അപ്പോൾ ബോത്ത് മ്യൂച്വൽ ബെനിഫിറ്റാണ് അവിടെ വരുന്നത്. 2 പേർക്കും ബെനിഫിറ്റ് വരും കരിയർ മാനേജ്മെൻറ്റ് കൊണ്ട്. അതേപോലെ തന്നെ ആ എംപ്ലോയിയുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. കരിയറിലൊരു നിലയും വിലയും ഒക്കെ എത്തിപ്പെടും കരിയർ മാനേജ്മെൻറ്റ് കൊണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് വർക്ക് കൾച്ചർ. എന്താണ് വർക്ക് കൾച്ചർ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളീഗ്സൊക്കെ ജോലി ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എന്താ ചെയ്യുക, പേരാണ് വിളിക്കുന്നത്. പക്ഷെ വേറൊരു കമ്പനി എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ സർ, മാഡം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ കമ്പനിയിലത്തെ സംസ്കാരം അഥവാ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കൾച്ചറാണ്. എന്നാൽ രണ്ടാമത്തതോ ഒരു ഫോർമൽ ആയിട്ടുള്ള കൾച്ചറാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്ഥാപനത്തിലും ഓരോ കമ്പനിയിലും ജീവനക്കാർ പങ്കിടുന്ന ഒരു തരം കൾച്ചറുകൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, അല്ലെങ്കിൽ പെരുമാറ്റ രീതികളൊക്കെ ഉണ്ട്. ഇതിനെ മൊത്തത്തിലാണ് വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ സ്ഥാപനത്തിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് ഇതിനെ സൂചിപ്പിക്കുന്നത്. വർക്ക് കൾച്ചർ ഈസ് ദ ഷെയർഡ് പേഴ്സണാലിറ്റി, വാല്യൂസ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ക്യാരക്ടറൈസ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഗൈഡ് ഹൗ വർക്ക് ഗെറ്റ്സ് ഡൺ. ഇറ്റ്സ് ഹൗ തിങ്സ് ആർ ഡൺ അറൗണ്ട് ഹിയർ.
അപ്പോൾ ഒരു ആൾക്കൊരു കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടിയിട്ട് കുറച്ച് ആൾ അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് പോരുകയാണ്, അടുത്ത കമ്പനി ജോലി ചെയ്യാണ്. അപ്പോൾ പുതിയ കമ്പനിയിൽ പോയിട്ട് പറയാണ്, എൻ്റെ പഴയ കമ്പനിയിലത്തെ വർക്ക് കൾച്ചർ ഇങ്ങനെയായിരുന്നു, അവിടെ ഭയങ്കര എയർപിടുത്തമായിരുന്നു, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമില്ല, അല്ലെങ്കിൽ ഭയങ്കര ഫോർമലായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, എല്ലാവരും സ്വീറ്റ്സ് മേടിക്കുന്നു, പങ്കിടുന്നു, കോഫി കുടിക്കുന്നു, ഭയങ്കര അടിപൊളി വൈബാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചുരുക്കി പറഞ്ഞ വൈബ് എന്ന് പറയാം, അതിനാണ് പറയുക വർക്ക് കൾച്ചർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ അവിടെ പേപ്പർ വർക്കുകളൊക്കെ നിർത്തണം. പഴയ സിസ്റ്റം ഉണ്ടല്ലോ, എല്ലാം പേപ്പറിൽ തന്നെ എഴുതാൻ പിടിക്കുക, ആ ഒരു പേപ്പർ വർക്ക് സിസ്റ്റം നിർത്തിയിട്ട് പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാൻ തീരുമാനിക്കണം. അപ്പോൾ ഈ മാറ്റം വരുത്തുമ്പോൾ എന്ത് ചെയ്യണം, അവിടുത്തെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എങ്ങനെ ചെയ്തു, അതൊക്കെ നന്നായി കേട്ടിട്ട് ഈ പുതിയ കൊണ്ടുവരാൻ പോകുന്ന സംവിധാനത്തിൻ്റെ ഗുണങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇതിനാണ് പറയുക മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച്. Management of change is the systematic approach taken to transition individuals, teams and organizations from a current state to a desired future state smoothly, especially focusing on how people react to the change. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്തിന്, ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുക എന്നുള്ളതാണ് ട്രാൻസിഷൻ. ഇൻഡിവിജ്വൽസ്, ടീംസ്, ഓർഗനൈസേഷൻ ഫ്രം എ കറൻറ്റ് സ്റ്റേറ്റ്, ഇപ്പോൾ ഉള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് ഫ്യൂച്ചർ കാര്യത്തിലേക്ക് മാറുമ്പോൾ അത് സ്പെഷ്യലി സ്മൂത്തായിട്ട്, അതേപോലെ തന്നെ ആളുകൾക്ക് അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്നുള്ളത്, ആ ചേഞ്ചിനെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് അത്? നമുക്കൊരു എക്സാമ്പിൾ സ്റ്റോറി നോക്കാം. ഇപ്പോൾ ഒരു തുണിക്കട, എക്സാമ്പിൾ കൽപ്പന സിൽക്സ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ കമ്പനിയിലത്തെ എംപ്ലോയീസിന്, സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് സാലറി കൊടുക്കണം. അതിനാണ് പറയുക എംപ്ലോയി റെസ്പോൺസിബിലിറ്റി. അതായത് എംപ്ലോയിനോട് ചെയ്യേണ്ടത് കുറേ മര്യാദകളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഇപ്പോൾ പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ എന്തായിരിക്കണം, പരിസ്ഥിതിനോട് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതായത് ഇപ്പോൾ ഫാക്ടറി ഉണ്ടാക്കി വരുമ്പോൾ അവിടെ പൊല്യൂഷൻ, അവിടുത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളം അടുത്തുള്ള കിണർ വെള്ളത്തിലേക്ക് ഒഴുക്കി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവില്ലേ ഒരു ഇത് നടത്തുമ്പോൾ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യരുത്, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പരിസ്ഥിതിക്ക്. അതിനാണ് പറയുക എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി. എൻവയോൺമെൻറ്റിനോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്കല്ല ആ സ്ഥാപനത്തിന്. അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടുണ്ടാവും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ്. അവർക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, നല്ല സർവീസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ റെസ്പോൺസിബിലിറ്റിനെയാണ് ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി. ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി refers to the duties, obligations and accountability that the organization or the company has towards its stakeholders, employees, customers, community, environment. It often relates to ethical and social conduct. എത്തിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അപ്പുറം എന്തുണ്ട്, നമുക്ക് സാമൂഹികമായിട്ട്, സോഷ്യലായിട്ടും അതേപോലെ തന്നെ ധാർമ്മികമായിട്ടും എന്തുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ബാധ്യതകളുണ്ട്. ഇപ്പോൾ ഭൂമിക്ക് കേടുവരുത്തുന്ന തരത്തിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഫാക്ടറിയോ ഒരു സ്ഥാപനമൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അതൊരു എത്തിക്കൽ സോഷ്യൽ കണ്ടക്റ്റാണ്. അപ്പോൾ അതാണ് ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് ജോലിക്കുള്ള ഒരു പരസ്യത്തിൽ എന്തായിരിക്കും കാണുക, കണ്ടീഷൻസ് ഉണ്ടാവും അല്ലേ. വിദ്യാഭ്യാസം BCom ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് എന്തായിരിക്കണം, 2 വർഷം ജോലി പരിചയം ഉണ്ടാവണം, അതേപോലെ തന്നെ ടാലി അറിഞ്ഞിരിക്കണം, സോഫ്റ്റ്വെയറിൽ ഇതുണ്ടാവണം, അറിവുണ്ടാവണം, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനാണ് പറയുക ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് ഒരു ജോലി നല്ല വിജയകരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് എന്തൊക്കെ അറിവ്, കഴിവ്, പരിചയം, യോഗ്യത ഇതൊക്കെ വേണമെന്നുള്ളതാണ് എന്ത്, ഒരു എഴുതിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്, ജോബ് സ്പെസിഫിക്കേഷൻ. എ ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി മിനിമം ക്വാളിറ്റീസ്, നോളേജ്, സ്കിൽസ്, എബിലിറ്റീസ്, എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എ പേഴ്സൺ മസ്റ്റ് പൊസസ് ടു പെർഫോം എ സ്പെസിഫിക് ജോബ് സക്സസ്ഫുള്ളി. ഇറ്റ് ഡിഫൈൻസ് ഹൂ ക്യാൻ ഡു ദി ജോബ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പം ആലോചിക്കുക, പരസ്യത്തിൽ പേപ്പറിൽ ഇപ്പോൾ വരുന്ന ഒരു ജോലിയുടെ ഒഴിവെന്ന് ആലോചിക്കുക. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചിട്ട് അതിൻ്റെ ആൻസർ എഴുതുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എച്ച് ആർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എച്ച് ആർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് കമ്പനി, ഓക്കെ, അപ്പോൾ അടുത്ത വർഷം അവർക്ക് തോന്നുന്നു ഒരു 50% നമ്മുടെ കമ്പനി വളരും, അങ്ങനെ അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വളർച്ച ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വളർച്ചയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം, അവർക്ക് പുതിയ പ്രോഗ്രാമറെ വേണം, ഡിസൈനർമാരെ വേണം. ഇതൊക്കെ അവരെന്ത് ചെയ്യണം, കണക്കൂട്ടണം, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അവർ ഫോർകാസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് എച്ച് ആർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഭാവിയിൽ എത്ര ജീവനക്കാരെ, അതുപോലെ തന്നെ എങ്ങനത്തെ ഉള്ള ആളുകളെ ആവശ്യമായിട്ട് വരുമെന്ന് മുൻകൂട്ടിയിട്ട്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മുൻകൂട്ടി കണക്കാക്കുന്നതിൻ്റെ ആ പ്രൊസീജിയറിനാണ് പറയുന്നത് എച്ച് ആർ ഡിമാൻഡ് forecasting. HR demand forecasting is the process of estimating the number and type of employees an organization will need in the future. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കരിയർ ഡൈനാമിക്സ്. കരിയർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കരിയർ ജീവിതത്തിൽ കാലക്രമേണ എന്ത് വരും, തുടർന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വരും, അതേപോലെ തന്നെ വളർച്ചകൾ വരും. ഇതിനൊക്കെയാണ് പറയുന്നത് കരിയർ ഡൈനാമിക്സ്. ഇപ്പോൾ ഒരു എൻജിനീയറിംഗ് ജോലി ആണ് ബെന്നി തുടങ്ങിയത്. പിന്നീട് എന്തായി, അയാൾ IT ഫീൽഡിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹം എന്തായി, ഡാറ്റാ സയൻസിലേക്ക് തിരിഞ്ഞ് അതോടൊപ്പം തന്നെ പുതിയ മാനേജ്മെൻറ്റ് കഴിവ് പഠിച്ചു. അപ്പോൾ ഇപ്പോൾ അയാളൊരു ടെക്കിയായി മാറി. അങ്ങനെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വന്ന ഈ മാറ്റങ്ങളുടെ ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് കരിയർ ഡൈനാമിക്സ്. കുറേ വ്യത്യാസങ്ങളും ഡെവലപ്മെൻറ്റ്സും പലതും നമുക്ക് കരിയറിലുണ്ടാവും. അപ്പോൾ career dynamics refers to the ongoing continuous changes, shifts and patterns that occur in a person's career path throughout their working life, often influenced by external factors like technology and internal factors like personal goals. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അവിടെ എന്തെങ്കിലും ഒരു ജോലിക്കൊരു ഒഴിവുണ്ടെങ്കിൽ ആ കമ്പനി എന്താ ചെയ്യുക, പത്രങ്ങളിൽ കൊടുക്കും, പേപ്പറിൽ കൊടുക്കും. അതേപോലെ തന്നെ ജോബ് പോർട്ടൽ, ഇപ്പോൾ ലിങ്ക്ഡിൻ പോലത്തെ ജോബ് പോർട്ടൽ, വേറെ കുറേ Naukri.com, അങ്ങനെ പലതുണ്ടല്ലോ, അതിലൊക്കെ എന്ത് ചെയ്യും, ഒരു പൊസിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, യോഗ്യതയുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യും, കണ്ടെത്തും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിനാണ് പറയുന്നത് എന്തെന്ന്, റിക്രൂട്ട്മെൻറ്റ്. Recruitment is the process of searching for and attracting qualified candidates for job vacancies in an organization. It's the first step in filling an open position. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സക്സഷൻ പ്ലാനിങ്. സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിലത്തെ CEO അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും, അയാൾ അവിടെ നിന്ന് റിട്ടയർ ആയിട്ട് പോകണമെന്ന് വിചാരിക്കും. അങ്ങനെ അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ ഇപ്പോഴേ തുടങ്ങും ട്രെയിനിങ് ചെയ്യാൻ. 3 മാനേജർമാരെ, നല്ല ഹൈ പൊട്ടൻഷ്യലുള്ള 3 മാനേജർമാരെ കണ്ടെത്തിയിട്ട് അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങും അവസരങ്ങളും ഒക്കെ നൽകും. എന്നിട്ട് ഈ CEO സ്ഥാനത്തേക്ക് എന്ത് ചെയ്യും, തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കിയെടുക്കും. ഇങ്ങനൊരു തന്ത്രപരമായിട്ടുള്ളൊരു പ്ലാനിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് സക്സഷൻ പ്ലാനിങ്. Succession planning is the process of identifying and developing internal employees to fill key leadership and critical roles that might become vacant in the future. It may be due to retirement or resignation, etc. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ജോബ് അനാലിസിസ്. ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരാളുടെ പേര് കൊടുത്തിട്ട് അയാൾ എന്താ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളതെന്ന് കാണാണ്ട് പഠിച്ചിട്ട് അത് തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ ജോബ് അനാലിസിസ് എഡ്വിൻ ബി ഫ്ലിപ്പോ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ, എന്തൊക്കെയാണ് ചുമതലകൾ വരിക, അത് ചിട്ടയോടെ ശേഖരിക്കുകയും പിന്നെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രൊസീജിയറാണ് എന്ത്, ജോബ് അനാലിസിസ്. ഈ പ്രൊസീജിയറിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷന്, ട്രെയിനിങ്, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്വിൻ ബി ഫ്ലിപ്പോ ഡിഫൈൻസ് ജോബ് അനാലിസിസ് ആസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ അബൌട്ട് എ സ്പെസിഫിക് ജോബ്, including its duties, responsibilities and requirements. This process helps in creating job descriptions and job specifications which are essential for recruitment, selection and training of employees.
അടുത്തതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് HRA. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കണക്കെടുപ്പ്. അപ്പോൾ എന്താണ് HRA? ഇപ്പോൾ HRA എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ 5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഒരു എംപ്ലോയിന് എന്ത് ചെയ്യണത്, സെലക്ട് ചെയ്ത് നിയമിക്കണത്. ഓക്കെ, അപ്പോൾ അതിൽ റിക്രൂട്ട്മെൻറ്റ് ചാർജ് വന്ന്, ട്രെയിനിങ് ചാർജ് വന്ന്, അങ്ങനെ പല ചാർജുകളൊക്കെ വന്നിട്ടാണ് 5 ലക്ഷം രൂപ ചിലവായത്. അപ്പോൾ സാധാരണ അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു ചിലവായിട്ടാണ് കണക്കാക്കുക. പക്ഷെ HRA ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ ഇതെന്താണ്, ഈ ഒരു ചിലവായിട്ടല്ല കണക്കാക്കുക. ഇനി ഭാവിയിൽ ഈ ആളെ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന 50 ലക്ഷം രൂപയുടെ ലാഭം, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ആളെ എന്ത് ചെയ്യുക, HRA ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് കാണുക. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജീവനക്കാരൻ, ഈ എംപ്ലോയിയുടെ മൂല്യം, അയാളുടെ മൂല്യത്തെ ഇവിടെ എന്തായിട്ട് പണമായിട്ട്, പൈസ ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഒരു എംപ്ലോയിനെ വളരെ വിലപ്പെട്ടൊരു ആസ്തിയായിട്ട്, അസറ്റായിട്ട് എന്ത് ചെയ്യണം, കണക്കാക്കണം. അതിനെയാണ് പറയുക HRA. Human resource accounting HRA is a method of measuring and reporting the cost and economic value of people, that is employees, to an organization. It treats employees not just as an expense but as a valuable asset that appreciates over time, just like machinery or buildings. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് സെലക്ഷൻ? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ജോലിക്ക് എടുക്കുക എന്നുള്ളതാണ് എന്ത്, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്കൂളിലേക്ക് ഒരു ടീച്ചറിൻ്റെ പോസ്റ്റിലേക്ക് എന്താ പറയുക, ഒരു 100 അപേക്ഷകൾ ക്ഷണിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിലെന്ത് ചെയ്യുന്നു, 100 പേരിൽ നിന്ന് 40 പേരെ ഒഴിവാക്കി, അതിനുശേഷം 70 പേരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ച്, അതിനുശേഷം അതിൽ നിന്ന് 10 പേര് ഇൻ്റർവ്യൂ ചെയ്ത്, അങ്ങനെ ഫൈനലി ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യും, മികച്ചിട്ടുള്ള ഒരാളെ മാത്രം സെലക്ട് ചെയ്യും. ഈ സെലക്ഷനാണ് പറയുന്നത് സെലക്ഷൻ. അതായത് ഇങ്ങനെ ഫൈനലി ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂറ്റബിൾ കാൻഡിഡേറ്റ് ഫ്രം എ പൂൾ ഓഫ് ജോബ് ആപ്ലിക്കൻസ് ടു ഫിൽ എ സ്പെസിഫിക് ജോബ് ഓപ്പണിംഗ്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് വീഡിങ് ഔട്ട് ദി അൺസ്യൂറ്റബിൾ ആൻഡ് ഫൈൻഡിങ് ദി ബെസ്റ്റ് മാച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലേബർ മാർക്കറ്റ് അനാലിസിസ്? ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, ആ കമ്പനിയുടെ ഓണർ മിസ്റ്റർ രഘു. ഈ രഘു എന്ത് ചെയ്യാണ്, തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു പുതിയൊരു സിറ്റിയിൽ എന്ത് ചെയ്യാണ്, പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് രഘു എന്ത് ചെയ്യും, ആ തുടങ്ങാൻ പോകുന്ന സിറ്റിയിലത്തെ ലേബർ മാർക്കറ്റിനെ കുറിച്ചൊന്ന് പഠിക്കും. എന്താണ് ഈ ലേബർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ആ പ്രദേശത്ത് ഇപ്പോൾ അയാൾക്ക് വെൽഡിങ്ങിൻ്റെ തൊഴിലാളികളാണ് ആവശ്യം. അപ്പോൾ എത്ര വെൽഡിങ് തൊഴിലാളികൾ അവിടെ ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് കമ്പനികൾ, അവിടെ അടുത്തുള്ള മറ്റ് കമ്പനികൾക്ക് എത്ര തൊഴിലാളികൾ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ മറ്റ് കമ്പനികൾ ഈ വെൽഡിങ് തൊഴിലാളികൾക്ക് എത്ര ശമ്പളം കൊടുക്കുന്നത്, അങ്ങനെ മൊത്തത്തിൽ ഇതിനൊക്കെ കൂടി ഒന്ന് അനലൈസ് ചെയ്യും. എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുക, രഘു എന്ത് ചെയ്യുക, ഈ ന്യായമായിട്ടുള്ളൊരു ശമ്പളം എന്ത് ചെയ്യും, ഇവർക്ക് വേണ്ടിയിട്ട് നിശ്ചയിക്കും, ഈ തൊഴിലാളികൾക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പുതിയ തുടങ്ങാൻ പോകുന്ന കമ്പനികൾക്ക്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ നടത്തുന്ന ഒരു എന്താ പറയുക, പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത്, ലേബർ മാർക്കറ്റ് അനാലിസിസ്. ഒരു അനലൈസേഷൻ നടത്തും, ഒരു കമ്പനി നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, തുടങ്ങുന്നതിന് മുമ്പ് അവിടെ പോയിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കുന്നതിനെ കുറിച്ചാണ് ലേബർ മാർക്കറ്റ് അനാലിസിസ്. ലേബർ മാർക്കറ്റ് അനാലിസിസ് ഈസ് ലൈക്ക് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദി ജോബ് മാർക്കറ്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ ഓർ ഇൻഡസ്ട്രി. ഇറ്റ് എക്സാമിൻസ് ദ സപ്ലൈ, that is how many people with certain skills are available, demand, like how many jobs are open, and also checks the wages, rates and current employment trends. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് TQM? TQM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇത് നല്ലൊരു എക്സാമ്പിൾ സ്റ്റോറിയിൽ പറഞ്ഞു തരാം. പണ്ട് സന്തോഷിൻ്റെ ദോശക്കട എന്ന് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ക്വാളിറ്റി കൺട്രോൾ ആയിരുന്നു. അതായത് ഇപ്പോൾ സന്തോഷ് രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഒരുപാട് ഓർഡർ വരുമ്പോൾ ദോശ വേഗത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് കസ്റ്റമേഴ്സിന് പെട്ടെന്നൊക്കെ നൽകും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം
കസ്റ്റമേഴ്സ് വന്നിട്ട് സന്തോഷിനോട് പരാതി പറയും, എന്തെന്ന് ദോശ കരിഞ്ഞു പോയി, അല്ലെങ്കിൽ മാവിന് പുളി കൂടുതലാണ്, അല്ലെങ്കിൽ ചൂട് കുറവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം സന്തോഷ് എന്ത് ചെയ്യും, അവസാനം ഉണ്ടാക്കിയ ദോശയുടെ ബാക്കി എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കും. അപ്പോൾ ഒരു ക്വാളിറ്റി കൺട്രോൾ എന്ന പേരിലാണ് എന്ത് ചെയ്യണത്, ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കഴിച്ചു നോക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, പ്രശ്നം വന്നതിന് ശേഷം, അതായത് കുറ്റം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യണത്, പരിശോധിക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്, അതായത് പണ്ടത്തെ രീതി. പക്ഷേ ഈ TQM എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു, TQM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, ഒരു ദിവസം എന്ത് ചെയ്തു, സന്തോഷിന് ഒരു ബുദ്ധി തോന്നി, ഈ രീതി മാറ്റണമെന്ന് തീരുമാനിച്ച്. അതായത് ഇങ്ങനെയൊന്നും ചെയ്താൽ പറ്റില്ല എന്ന്. അപ്പോൾ സന്തോഷ് ഉടനെ എന്ത് ചെയ്തു, സന്തോഷ് കസ്റ്റമറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു, ഞങ്ങൾക്ക് ചൂടുള്ള ദോശ വേണം, ഒന്നാമത് മാവിനധികം പുളി പാടില്ല, മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കരിയാൻ പാടില്ല. അങ്ങനെ കുറേ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ത് ചെയ്തു, സന്തോഷ് എടുക്കണ് ആളുകളിൽ നിന്നും. അങ്ങനെ സന്തോഷ് എന്ത് ചെയ്തു, ഈ മാവ് അരക്കണ ആളുടെ അടുത്ത് പോയിട്ട് അയാൾക്ക് ഓർഡർ കൊടുത്തു, എങ്ങനെ ഏത് ടെക്സ്ചറിൽ അരക്കണം, പുളിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കുന്ന ആളോട് കരിയിക്കരുത്. അങ്ങനെ കുറേ ഇത് കൊടുത്തു, എന്താ പറയുക, ഓർഡേഴ്സ് കൊടുത്തു വർക്കേഴ്സിനും അവിടെയുള്ള സ്റ്റാഫുകൾക്കും ഒക്കെ. അങ്ങനെ ഫൈനലി എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് സന്തോഷ് ഇതിൻ്റെ പുറകെ കൂടി ക്വാളിറ്റി മാക്സിമം സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ ഫലം എന്ത് സംഭവിച്ചു, റിസൾട്ട് എന്തായിരുന്നു, ആ സിറ്റിയിലത്തെ ഏറ്റവും സൂപ്പർ റെസ്റ്റോറൻ്റായിട്ട് മാറി സന്തോഷിൻ്റെ ദോശക്കട. അപ്പോൾ ഇതിലാണ് TQM വരുന്നത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്? ഈസ് എ മാനേജ്മെൻറ്റ് ഫിലോസഫി ആൻഡ് എ സെറ്റ് ഓഫ് പ്രാക്ടീസസ് ദറ്റ് എയിംസ് ഫോർ ലോങ് ടേം സക്സസ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ എൻഷുറിങ് all members of an organization participate in improving processes, products, service and overall work culture. എല്ലാ സെക്ഷനിലുള്ള മെമ്പേഴ്സും എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചെറിയ ആൾ മുതൽ വലിയ ആൾ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ പ്രൊഡക്ട്സോ സർവീസോ എല്ലാം എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസിനാണ് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഒക്ടാപേസ്? ഒക്ടാപേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഓപ്പൺനെസ്, കൺഫ്രണ്ടേഷൻ, ട്രസ്റ്റ്, ഓതൻറ്റിസിറ്റി, പ്രോ ആക്ഷൻ, ഓട്ടോണമി, കൊളാബറേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്. ഇതൊരു സ്റ്റോറി പോലെ പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോമൊക്കെ ഒന്ന് മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു പഴയൊരു ഫാക്ടറി, ഓക്കെ, ആ ഫാക്ടറിയിൽ എന്താ പറയുക, അവിടെ ഉള്ള ഷാജിനെ എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം എന്താ പറയുക, അയാൾ അത്ര ഇതില്ല. അപ്പോൾ എല്ലാവരും വളരെ മൗനം പാലിച്ചിട്ടൊക്കെയാണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ആ സമയത്തോട്ടൊരു പുതിയ മാനേജർ വരികയാണ്, ബെന്നി വന്നപ്പോൾ ഉടനെ ഒക്ടാപേസ് നടപ്പിലാക്കി. അതെന്താ, ബെന്നി എന്ത് ചെയ്തു, ഫസ്റ്റ് വന്നിട്ട് അവിടെ ഉള്ളൊരു എംപ്ലോയി രാജുവിനോട് ചോദിച്ചു, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്താണ്. അങ്ങനെ പ്രശ്നങ്ങൾ രാജു എന്ത് ചെയ്തു, ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റത്തെ വേർഡ് ഓപ്പൺ എന്നുള്ളത്, ആ ഓപ്പൺ എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ഓപ്പണായിട്ട് രാജു സംസാരിച്ചു. അങ്ങനെ മാനേജർ നമ്മുടെ ബെന്നി എന്ത് ചെയ്തു, പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട്, അതിനാണ് പറയുക കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ ഒളിച്ചോടാതെ നേരിടാനുള്ള ധൈര്യം, അതായത് അത് ധീരതയോടെ നേരിടുക എന്നുള്ളതാണ് കോൺഫ്രണ്ടേഷൻ്റെ അർത്ഥം. അങ്ങനെ മാനേജർ ബെന്നി എന്ത് ചെയ്തു, പ്രശ്നം നേരിടാനായിട്ട് തൊഴിലാളികളോട് ആവശ്യപ്പെടണം. അങ്ങനെ ഇത് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് എന്ത് ചെയ്യണ്, സഹകരിക്കുക എന്നുള്ളതാണ് കൊലാബറേഷൻ. വരുന്നത് കൊലാബറേഷൻ. അപ്പോൾ ഇത് ഓർഡറിലല്ല, പക്ഷേ ഇത് എന്താ പറയുക, ഇതിലത്തെ വരുന്ന വേർഡ്സുകളാണിത്. അങ്ങനെ രാജുവിന് എന്ത് ചെയ്യാണ്, ആദ്യമായിട്ട് ഒരു മെഷീന് പരീക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റേഷൻ, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മതം കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഇത് തൊഴിലാളികൾക്കിടയിൽ എന്ത് വന്നു, വിശ്വാസം വന്നു, ട്രസ്റ്റ് വന്നു, അതേപോലെ തന്നെ സ്വാതന്ത്ര്യവും വന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓട്ടോണമി. ഇതിൽ 2 വിട്ടിട്ടുണ്ട്, പ്രോ ആക്ഷനും ഒതൻറ്റിസിറ്റിയും. അത് നിങ്ങൾ കാണാപ്പാടം പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് ഫുൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഒക്ടാപേസ്? ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി എന്താവാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നൊരു കൾച്ചറാണ്, ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് കൾച്ചറാണ്. അതിലുള്ളൊരു
വാല്യൂസാണ് എന്ത്, ഒക്ടാപേസ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്താണ്, അവിടുത്തെ ജീവനക്കാർക്ക് വളരാനും പിന്നെ അതേപോലെ തന്നെ അവിടെ വളരെ ക്രിയാത്മകമായിട്ട് സ്കിൽഫുള്ളായിട്ട് വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ അവിടുത്തെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒക്ടാപേസ് സഹായിക്കും. Octapace is a simple model used to describe the ideal, healthy and development-oriented culture of an organization. It's an acronym where each letter stands for a positive value that should exist in the company's work environment. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കരിയർ പ്ലാറ്റ്യൂ? കരിയർ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വൈബാണ്. എന്താണ്, അതായത് ഇപ്പോൾ ഒരു സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ, മിഥുൻ ഒരു കമ്പനിയിൽ 15 വർഷമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുകയാണ്. സീനിയർ മാനേജറായിട്ട് ആ സ്ഥാനത്തെത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒന്നും കൂടി തൊട്ടു മേലുള്ള പൊസിഷൻ എന്താണ്, വൈസ് പ്രസിഡൻറ്റ് പൊസിഷനാണ്. പക്ഷെ ആ സ്ഥാനത്ത് എന്തില്ല, ഇപ്പോൾ ഒരു ജോലിയുടെ ഒഴിവൊന്നുമില്ല. എന്നാലും ഇനി അടുത്ത 10 വർഷത്തേക്ക് ഉണ്ടാവാനിട്ട് പോകണമില്ല. അപ്പോൾ ഒരേ ജോലി തന്നെ, ഒരേ ഉത്തരവാദിത്തങ്ങൾ, ഒരേ റെസ്പോൺസിബിലിറ്റീസൊക്കെ വർഷങ്ങളോളം ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പാണ് അല്ലേ, ഒരു നിരാശ മാതിരി തോന്നും. അങ്ങനെ ഈ മിഥുൻ എന്ത് ചെയ്യുന്നില്ല, വളരാനായിട്ടൊരു അവസരമൊന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് കരിയർ പ്ലാറ്റ്യൂ. Career plateau is the point in a person's career where they feel they have reached a dead end and there is no possibility for further vertical promotion or horizontal growth. That is, learning new things or taking on new challenges in the near future. They feel stuck. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 5th സെമ്മിൻ്റെ BBAയുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ ഒരുപാട് പേര് വീഡിയോസ് വന്ന് കണ്ടുപോകുന്നുണ്ട്, പക്ഷേ ഒരാൾ പോലും ലൈക്കും ചെയ്യുന്നില്ല, ഒരു കമൻറ്റ് പോലും തരുന്നില്ല. എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്നൊന്നും പറയണമൊന്നുമില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ, കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുഡ് ലക്ക് ഫോർ എക്സാംസ്. നന്നായി പഠിക്കുക. 5th സെം 6th സെം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രൂഷ്യൽ ടൈമാണ്. ടൈം കളയാണ്ട്, ഇനി 5th സെമ്മിന് കുറച്ച് ടൈമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പഠിക്കുക. ഈ 2 മാർക്കിൻ്റെ ഒക്കെ എന്തായാലും പച്ചവെള്ളം പോലെ പഠിച്ച് വെക്കുക. അപ്പോൾ ആ 2 മാർക്കിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എപ്പോഴും വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കുക. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ വീഡിയോയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആൻസറൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഫോം ചിലപ്പോൾ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. എല്ലാവരും പരീക്ഷ പാസ്സാവട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.